നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നേരത്തെ ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ മനസ്സിൽ എന്തേലും വിഷമമുണ്ടോന്ന്. അപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നോട്. അച്ഛൻ തനിച്ചല്ലേ എന്ന് ആലോചിച്ച്. അച്ഛൻ തനിച്ചാവുന്നതിൽ വിഷമം ഉണ്ടാവും, പക്ഷെ അതിനിങ്ങനെ ഓരോന്ന് കാണിക്കാമോ? ശ്രദ്ധയില്ലാതെ മോൾക്ക് എന്തേലും പറ്റിപ്പോയാ പിന്നെ ഈ അമ്മ ജീവിച്ചിരിക്കില്ല കേട്ടോ. അമ്മേ സോറി. എന്നോട് സോറി ഒന്നും പറയണ്ട. എന്തോ ദൈവഭാഗ്യത്തിന് ഞാനിപ്പോ ഇത് തിരിച്ചറിഞ്ഞത്. അല്ലായിരുന്നെങ്കിലോ? മോൾക്ക് അച്ഛനെ വിളിക്കണോ അതോ അച്ഛൻ്റെ അടുത്ത് പോകണോ? എന്താ വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞോ. കുഴപ്പമില്ല അമ്മേ, ഇനി ഞാൻ ശ്രദ്ധിച്ച് ചെയ്തോളാം. കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഗ്യാസ് കത്തിച്ചാ മതി കേട്ടോ. അമ്മയോട് പറയാതെ ഒരു സങ്കടവും നിന്റെ മനസ്സിൽ ബാക്കി കിടക്കരുത്. അറിഞ്ഞാൽ അമ്മയ്ക്ക് വിഷമം ഉണ്ടാവുമെന്ന് തോന്നരുത്. അറിയാതിരുന്നാലാ സങ്കടം മോളെ, കേട്ടല്ലോ? ഇത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മയോട് എന്താ എനിക്ക് പറയാൻ പറ്റുക? പറഞ്ഞ എന്നേക്കാൾ കൂടുതൽ ആ പാവം വിഷമിക്കും. എന്തോ ഒരു വിഷമം എന്റെ കുട്ടിയുടെ ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. അല്ലാതെ അവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല. പായസം റെഡിയായി അമ്മ. അമ്മ ഒന്ന് നോക്കിയേ. നന്നായിട്ടുണ്ട്, എല്ലാം പാകവും. ഒന്നുകൂടി വറ്റിക്കോട്ടെ, എന്നിട്ട് ഇറക്കാം. നോക്കണ്ട, അമ്മ പോയതിനു ശേഷം എല്ലാം ഞാൻ ശ്രദ്ധിച്ചാ ചെയ്തേ. ശരവണ, ശരവണ, എന്നയാ? ശരവണ, നീ സൂപ്പർ മാർക്കറ്റിൽ പോയി പാല് വാങ്ങിച്ചോണ്ട് വാ. പാല് കാലയിல வாங்கிருக்கு.
പാലിന് വീണ്ടും ആവശ്യം വരില്ലടാ. പോയി വാങ്ങിട്ട് വാ. இல்லம்மா பால் உள்ள இருக்கு போய் பாருங்க. കിച്ചണിലെ പാല് തീർന്നു, അതുകൊണ്ടല്ലേ പറഞ്ഞത്. അമ്മ രഘു സാർക്ക് സൂപ്പർ മാർക്കറ്റ് പാൽ പിടിക്കാതെ. അതൊക്കെ രഘുവേട്ടനോട് ഞാൻ പറഞ്ഞോളാം. നീ ഞാൻ പറയുന്നത് കേട്ടാ മതി. ചെല്ല്. ശരിമ്മ. വീണേ, എന്താ? ഇനിയെങ്കിലും അമ്മാവനെ വിഷമിപ്പിക്കരുത്. അമ്മാവൻ തീരുമാനിച്ച ഈ യാത്ര തടസ്സമില്ലാതെ നടക്കണം. എന്തിന്? ദീർഘസുമംഗലിയാവാനോ? അതും നിങ്ങളുടെ ഭാര്യയായിട്ട്? അതിനേക്കാൾ ഭേദം എനിക്ക് ഏതെങ്കിലും കായലിൽ ചാടി ചത്തൂടെ. അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇപ്പൊ തൽക്കാലം അമ്മാവൻ പറഞ്ഞ യാത്രയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ടെങ്കിൽ എടുത്തു വെക്ക്. അച്ഛനൊരു പഴഞ്ചന. അച്ഛന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കും ആ കാലപ്പഴക്കം കാണും. പക്ഷേ നിങ്ങൾ പ്രായം കൊണ്ട് ചെറുപ്പമല്ലേ, അല്പെങ്കിലും മാറി ചിന്തിച്ചൂടെ? പഴഞ്ചൻ കാര്യങ്ങളെല്ലാം മോശമാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. അച്ഛൻ, അമ്മ, മക്കള്, ഇതൊക്കെ മനുഷ്യൻ ഉണ്ടായിടത്തോളം കാലം പഴക്കമുള്ളതാ. സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അച്ഛനമ്മമാരെയൊക്കെ തള്ളി പറയുമെങ്കിലും നമ്മുടെ വേര് അവിടെ തന്നെയാ. അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പിന്നെ എല്ലാം പഴഞ്ചനാണെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന പുതിയ സംസ്കാരം, നിന്റെ കണക്കില് നീ അതിന്റെ ആളാണല്ലോ. എടി, എന്നിട്ട് നീ എന്താ നേടിയത്? സത്യസന്ധനായ ഒരാളെ കണ്ടുപിടിക്കാൻ നിനക്ക് പറ്റിയോ? നിന്നെ ചതിക്കാത്തൊരാളെ തിരിച്ചറിയാൻ നിനക്ക് പറ്റിയോ? ഈ അവസ്ഥയിൽ നിൽക്കുന്ന നിന്നെപ്പോലൊരാൾക്ക് ഇതാണ് ഏറ്റവും മഹത്തരമായ സംസ്കാരമെന്ന് സംസാരിക്കുമ്പോ അത് സമ്മതിച്ചു തരാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. അമ്മാവനെ ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് കാണുന്നു എന്ന് പറയുമ്പോ നീ ചിലപ്പോ പരിഹസിക്കും. കടമയെക്കുറിച്ചും ബഹുമാനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോ ഇതൊക്കെ എന്തിനാണെന്ന് നിനക്ക് തോന്നും. ആ തോന്നല് കുറച്ചു നാള് കഴിയുമ്പോ അങ്ങ് മാറും. നീയും പ്രസവിക്കുമല്ലോ. തൊടാനും തലോടാനും നിന്റെ കയ്യിലും ഒരു കുഞ്ഞു വരും. കൊഞ്ചിച്ചും ലാളിച്ചും ആ കുഞ്ഞിനോട് ചിലത് പറയുമ്പോ ചില വാക്കുകൾ മുറിഞ്ഞു പോവും. ആ മുറിവിന്റെ ഉത്തരങ്ങളാ ബന്ധങ്ങള്. നമ്മളതൊന്നും പറഞ്ഞ് തർക്കിക്കാതിരിക്കുന്നതാ നല്ലത്. എന്തൊക്കെ പറഞ്ഞെന്ന് തോൽപ്പിച്ചാലും ഈ ജീവിതത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കില്ല. ഒരു തരി പോലും സ്നേഹിക്കില്ല. നിരാശ തോന്നണമെങ്കിൽ എനിക്ക് പ്രതീക്ഷ വേണമല്ലോ. അതില്ല. നീ റെഡിയാവാൻ നോക്ക്. ഈ യാത്ര നടക്കാൻ പാടില്ല. ഇതെങ്ങനെയെങ്കിലും മുടക്കിയേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.